മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. ഭൂമി ഏറ്റെടുത്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളി. സർക്കാരിന് ഉടൻ നടപടികൾ ആരംഭിക്കാമെന്നും തോട്ടമുടമകൾ സഹകരിക്കണമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തോട്ടമുടമകൾ കോടതിയെ സമീപിച്ചത്. ഹർജി തള്ളിയ കോടതി തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് അനുമതി നൽകി. സർവേ ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സർക്കാരിന് നാളെ തന്നെ ആരംഭിക്കാം. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി എസ്റ്റേറ്റ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം തോട്ടമുടമകൾ ചെയ്തു കൊടുക്കണം. ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്. നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണം. നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. തോട്ടങ്ങളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരുമായി നിലനിൽക്കുന്ന തർക്കവും കോടതി പരിഗണിച്ചു. ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തിന് തുല്യമായ തുക എസ്റ്റേറ്റുകൾ ബോണ്ടായി നൽകണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സിവിൽ കോടതിയുടെ തീർപ്പിന് വിധേയമായി മാത്രമായിരിക്കും ബോണ്ടിൽ അവകാശമുണ്ടാവുക എന്നും കോടതി വ്യക്തമാക്കി. നെടുമ്പാല എസ്റ്റേറ്റിലെ 65.41 ഹെക്ടർ ഭൂമിയും കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ 78.73 ഹെക്ടർ ഭൂമിയുമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ഏറ്റെടുത്ത് ഒക്ടോബർ 4-ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാർ നടപടി ചോദ്യം ചെയ്ത് തോട്ടമുടമകൾ കോടതിയെ സമീപിച്ചതോടെ തുടർ നടപടികൾ നിലച്ചിരുന്നു. സർക്കാർ വാദങ്ങൾ കോടതി അംഗീകരിച്ചതോടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിലാകും. കൈരളി ന്യൂസ്, കൊച്ചി.